Wikidonis.com. Truth about tooth. ഞാൻ ഡോക്ടർ തോമസ് നെച്ചിപ്പാടം. ഒരിക്കൽ കൂടി പല്ലു ഡോക്ടർ എന്നുള്ള ഈ ചാനലിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആരെങ്കിലും പറഞ്ഞു തന്നതാണെങ്കിൽ അവർക്ക് താങ്ക്സ് കൊടുക്കുക. നിങ്ങൾ അനേകരിലേക്ക് ഈ ചാനൽ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതുകൊണ്ട് പല്ലു ഡോക്ടർ എന്നുള്ള ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറയുന്ന ക്രൗൺസിനെ പറ്റിയാണ്. അപ്പോൾ ക്രൗൺസിനെ പറ്റി ചോദിക്കുമ്പോഴെല്ലാം ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ, ക്രൗണിന് എത്ര വാറണ്ടി കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെറാമിക് ക്രൗണോ മെറ്റൽ ക്രൗണോ എന്ന് വേണ്ട ഏത് ക്രൗൺ ഇട്ടാലും വാറണ്ടി എത്ര, വാറണ്ടി കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനം എന്താണ്, വാറണ്ടി എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ അറ്റം വരെ കാണുക. അറ്റം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ ക്രൗൺ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കുക. അവർക്കും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്താണ് ഈ വാറണ്ടി ക്രൗണും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ഒരു വാറണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാൻ വീഡിയോ മുഴുവൻ കാണുക, അയച്ചു കൊടുക്കുക. അപ്പോൾ എന്താണ് വാറണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്? പല്ലുകൾ നന്നാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് ക്രൗൺ. അതിനകത്ത് പൊട്ടലോ അല്ലെങ്കിൽ അതിന് പല്ലിൻ്റെ ഒരു ഭാഗമോ നഷ്ടമായി കഴിയുമ്പോഴാണ് നമ്മൾ ക്രൗൺ ചെയ്യുന്നത്. ഈ ക്രൗൺ ചെയ്യുമ്പോൾ നമ്മൾ ക്രൗണിൻ്റെ ക്വാളിറ്റി കാണിക്കുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ വാറണ്ടി. അത് ചിലപ്പോൾ നമ്മൾ മെറ്റൽ ക്രൗൺ ആയിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റൽ സെറാമിക് ക്രൗൺ ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ മെറ്റൽ ഫ്രീ ക്രൗൺസ് ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ അത് തന്നെ മെറ്റൽ ഫ്രീ സെറാമിക് ക്രൗൺസിന് പകരം പുതിയ പീക്ക് പോലുള്ള പുതിയ മെറ്റീരിയൽസ് എല്ലാം വെച്ച് അല്ലെങ്കിൽ നമ്മളുടെ കോമ്പോസിറ്റ് ആയിട്ടുള്ള ക്രൗൺസ് ആയിരിക്കും ചെയ്യുന്നത്. ഇതിനെല്ലാം കൃത്യമായ ഒരു വാറണ്ടി കാലം അതിൻ്റെ കമ്പനികൾ പലപ്പോഴും തരാറുണ്ട്. ഇത് ഒരിക്കലും ഡോക്ടർ തരുന്ന വാറണ്ടി അല്ല, അത് ഓരോ കമ്പനികൾ തരുന്ന വാറണ്ടിയാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു കണ്ണാടി മേടിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ കണ്ണാടി മേടിക്കുമ്പോൾ നിങ്ങളൊരു കടയിൽ നിന്ന് മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും, ഇപ്പോൾ റേബാൻ്റെ കണ്ണാടി മേടിക്കുമ്പോൾ ആ റേബാൻ ഒരു വാറണ്ടി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു വാച്ച് മേടിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു വാറണ്ടി പീരീഡ് തരുന്നുണ്ട്. ആ വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ 1 കൊല്ലമായിരിക്കാം. പക്ഷേ വാച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ 1 കൊല്ലത്തേക്ക് മാത്രമായിരിക്കില്ല, അതിന് ശേഷവും നമ്മളത് ഉപയോഗിക്കും. വാറണ്ടി എന്ന് പറയുന്നത് ആ സാധനം എങ്ങാനും നിന്നുപോയാൽ, വാച്ച് നിന്നുപോയാൽ നിങ്ങളൊരു അവിടുത്തെ കടയിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ വാച്ച് റീപ്ലേസ് ചെയ്ത് തരും, അല്ലെങ്കിൽ ആ വാച്ച് റിപ്പയർ ചെയ്ത് തരും, ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് തരും. ഇതാണ് വാറണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാച്ച് ഉണ്ടാക്കുന്ന കമ്പനിക്കറിയാം ആ വാച്ച് വളരെ കാലം നിൽക്കാനുള്ള ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് അവർക്കറിയാമെന്നുള്ളതാണ് ആ വാറണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ക്രൗൺ ഉണ്ടാക്കുന്ന കമ്പനി, പലതരത്തിലുള്ള കമ്പനികൾ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഏതാണ്ട് 300ഓളം ലാബുകളാണ് ഈ ക്രൗൺ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആ ലാബുകൾക്ക് മുകളിൽ ഇതിൻ്റെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. അവർക്കൊരു വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആ വാറണ്ടിയാണ്, അത് ജർമ്മനിയിലുള്ള കമ്പനികളുണ്ട്, ചൈനയിലുള്ള കമ്പനികളുണ്ട്, പല രാജ്യങ്ങളിലിരിക്കുന്ന കമ്പനികളാണ് ശരിക്കും അവർക്ക് ഈ മെറ്റീരിയൽ കൊടുക്കുന്നത്. ആ മെറ്റീരിയൽ കൊടുക്കുന്നവർ പറയും ഇത്ര മെഗാ പാസ്കൽ അല്ലെങ്കിൽ ഇത്ര മെറ്റീരിയലിനെ ഇന്ന രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വാറണ്ടി പീരീഡ് ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ വാറണ്ടിയാണ് അവർ കൃത്യമായിട്ട് അത് ആ രീതിയിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയതെന്നും ആ ഉണ്ടാക്കിയത് കൊണ്ട് ഇത്ര കാലം അവർ ഫ്രീ ആയിട്ട് അതിനെ മാറ്റിത്തരും, അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനുള്ള കോസ്റ്റ് അവർ ബെയർ ചെയ്യുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ക്രൗണിൻ്റെ വാറണ്ടി കാർഡിൽ എഴുതിയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഷൂ മേടിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞു, നമ്മളൊരു ഷൂ മേടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കണ്ണാടി മേടിക്കുകയാണ്, കണ്ണാടിക്കൊരു വാറണ്ടി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഷൂ മേടിക്കുമ്പോൾ കാലിനോ അല്ലെങ്കിൽ കണ്ണാടി മേടിക്കുമ്പോൾ കണ്ണിനോ ഒരു വാറണ്ടിയും ആർക്കും തരാൻ സാധിക്കില്ല. കാരണം അതെല്ലാം കാലിന് വേദന വരാം, കാലിന് അസുഖങ്ങൾ വരാം. അതൊന്നും ഷൂ കാരണം കൊണ്ട് മാത്രം ആവണം എന്നില്ല. കൃത്യമായിട്ടുള്ള നല്ല ഷൂ ആണെങ്കിൽ നിങ്ങളുടെ കാലിന് അസുഖം വരുന്നത് മറ്റേതെങ്കിലും കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രൗൺ ചെയ്യുമ്പോഴും ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് അതിനകത്ത് പറയുന്നത്. എന്ന് പറഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ 10 കൊല്ലം വാറണ്ടി ഉള്ളൊരു ക്രൗണാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലർ വന്നിട്ട് പറയും, ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതിന് 10 കൊല്ലം വാറണ്ടി ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു, ഡോക്ടർ ഇത് മാറ്റണമോ? തീർച്ചയായും 10 കൊല്ലം കഴിയുമ്പോൾ മാറ്റേണ്ട ആവശ്യം വരാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രൗണിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ഇനി അടുത്ത ഒരു 10 കൊല്ലോ 15 കൊല്ലോ ഇരുന്നിരിക്കാം. ചിലർ 30-35 കൊല്ലം ഒരേ ക്രൗൺ കൊണ്ട് വന്നിട്ട് പറയും, ഡോക്ടറെ ഇത് ഡോക്ടറിൻ്റെ അപ്പനായിട്ട് വെച്ചതാണ്, ക്രൗൺ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഒരു കുഴപ്പം ഉണ്ടാവാറില്ല. അപ്പോൾ പറയും ഒരു കുഴപ്പമില്ലല്ലോ, എന്തിനാണ് ഇത് മാറ്റുന്നത്? ആ മെറ്റീരിയലൊക്കെ മാറി ഇപ്പോൾ പുതിയ മെറ്റീരിയൽ വന്നതാണ്, ആ മെറ്റീരിയലിലേക്ക് മാറണം. ഇപ്പോൾ മെറ്റൽ ക്രൗണാണ് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മെറ്റൽ സെറാമിക് ക്രൗണാണ് ഇട്ടിരിക്കുന്നത്, അത് കഴിഞ്ഞ് മെറ്റൽ ഫ്രീ ക്രൗൺ വന്നു.
എന്ന് പറഞ്ഞ് അതിന് ചവയ്ക്കാനും കുഴപ്പമില്ല, പേഷ്യൻറ്റിനെ കാണാനും ഭംഗിയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് മാറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല അതിൻ്റെ അടിയിലൂടെ കേടോ മറ്റെന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു ക്രൗൺ 5 കൊല്ലത്തേക്കുള്ള വാറണ്ടിയൊക്കെ കൊടുത്തിരിക്കുന്ന ക്രൗൺ പലപ്പോഴും 35 കൊല്ലം ഇരുന്ന് കണ്ടിട്ടുണ്ട്, 10 കൊല്ലം വാറണ്ടി ഉള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്രൗണിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫല്ല പറയുന്നത്, അതിൻ്റെ ആ കമ്പനിക്കാരനും അതിൻ്റെ ആ കമ്പനിയുടെ മുകളിലിരിക്കുന്ന അഥവാ ലാബുകാരനും ആ ലാബിൻ്റെ മുകളിലിരിക്കുന്ന കമ്പനിക്കാരനും എല്ലാം അവരുടെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെന്നുള്ള ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു വാറണ്ടിയിലൂടെ അവർ തരുന്നത്. ഇനി വാറണ്ടി കൊടുക്കുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞു, ആ ചികിത്സാ രീതിക്ക് ഒരിക്കലും വാറണ്ടി. ഇപ്പോൾ ഒരാൾ ഹാർട്ടിന് ഓപ്പറേഷന് വേണ്ടി എവിടെയെങ്കിലും ചെന്നു, ഒരു ഹോസ്പിറ്റലിൽ ചെന്നു എന്നിരിക്കട്ടെ, അവരതിനകത്ത് ഒരു സ്റ്റെൻറ്റ് ഇടാമായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് ചില പേസ് മേക്കർ വെക്കാം, ഇതെല്ലാം വെക്കാമെന്ന് പറഞ്ഞാലും ഇനി ഒരിക്കലും അദ്ദേഹം മരിക്കില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അബദ്ധമായിരിക്കും. അങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം. ആ പേസ് മേക്കറിനൊരു വാറണ്ടി ഉണ്ട്, അതിൻ്റെ ആ വച്ചിരിക്കുന്ന സ്റ്റെൻറ്റിനൊരു വാറണ്ടി ഉണ്ടാവും. പക്ഷേ അതല്ലാതെ ആ പേഷ്യൻ്റ് ഇനി ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ലെന്നോ മറ്റ് ഹാർട്ടിന് വേറെ അസുഖം വരില്ലെന്ന് പറയില്ലാത്ത പോലെ പല്ലിന് മോണരോഗം വരാനുള്ള സാധ്യതയുണ്ട്, കേട് വരാനുള്ള സാധ്യതയുണ്ട്. 6 മാസത്തെ ചെക്കപ്പ് അനിവാര്യമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പല്ല് ക്രൗൺ ചെയ്യുക അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലാന്റിൻ്റെ പുറത്തൊരു ക്രൗൺ വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വാറണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. കുറഞ്ഞ വാറണ്ടി ഉള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം മെറ്റീരിയൽ അതുപോലത്തെ കുറവുള്ളതായിരിക്കാം. അപ്പോൾ മെറ്റീരിയൽ കുറഞ്ഞ സാധനമായി കുറഞ്ഞ വാറണ്ടി ഉള്ളതാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അവർ വാറണ്ടി തരാത്തത്. അപ്പോൾ അതുകൊണ്ട് വാറണ്ടിയുള്ള സാധനം ഉപയോഗിക്കണം. പക്ഷേ വാറണ്ടിയുടെ പീരീഡ് കഴിയുമ്പോൾ അത് മാറേണ്ട ആവശ്യമില്ല. എന്നാൽ വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ചിലവ് ആ കമ്പനി വഹിക്കാം, ആ ക്രൗണിൻ്റെ ചിലവ് കമ്പനി വഹിക്കാമെന്നാണ് കൃത്യമായ വാറണ്ടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിൽ വളരെ നല്ലതാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം വേണം നിങ്ങളൊരു ചികിത്സയിലേക്ക് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നല്ല ഡോക്ടർമാരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു തരും. ഇങ്ങനെ എല്ലാം ആ ഡോക്ടറോടും കൂടെ പറഞ്ഞതിന് ശേഷം ചോദിച്ചതിന് ശേഷം വേണം നിങ്ങൾ ചികിത്സിക്കാൻ. നിങ്ങളിത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു പല്ല് ക്രൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു അസുഖം വരില്ല എന്നെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഇനി ക്രൗൺ ചെയ്യാൻ പോകുന്നവർക്കും ക്രൗൺ ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ ദയവ് ചെയ്ത് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്കും കാര്യങ്ങൾ മനസ്സിലാകട്ടെ. കൂടുതൽ പല്ലിനെ പറ്റിയും പല്ലിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയും പല്ലിൻ്റെ അസുഖങ്ങളെ പറ്റിയും അതിൻ്റെ ചികിത്സയെ പറ്റി അതിൻ്റെ ചികിത്സയുടെ പലതരത്തിലുള്ള പോരായ്മകളും ഗുണങ്ങളും എല്ലാം മനസ്സിലാക്കുവാൻ പല്ലു ഡോക്ടർ എന്നുള്ള ഈ ചാനലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മനസ്സിലാക്കുവാൻ വിക്കി ഡോണ്ടിഷൻ എന്നുള്ള എൻ്റെ തന്നെ ചാനലോ സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ അനേകരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും സൗന്ദര്യപൂർണ്ണവും വളരെ ആരോഗ്യപൂർണ്ണമായ പുഞ്ചിരി നേർന്നുകൊണ്ട് ഡോക്ടർ തോമസ് നെച്ചുപാടം ഡെന്റൽ. Wikidonist.com